ഹലോ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണല്ലോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്, പക്ഷെ സമയമൊന്നും കിട്ടുന്നില്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വായനാ ദിനത്തിലും അതേപോലെ പരിസ്ഥിതി ദിനത്തിലും ഒക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുപോകാറില്ലേ? അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ സ്കെച്ചോ അല്ലെങ്കിൽ മാർക്കറോ ഉപയോഗിച്ച് ഒന്ന് ബോർഡർ കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പെൻസിലും പിന്നെ ബുക്കുമാണ് വരച്ചത്. അപ്പോൾ കണ്ടാൽ ഒരു ബുക്കായിട്ടൊക്കെ തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പേജിലൊരു ലൈന് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് വരണതിന് ശേഷം ഞാനിവിടെ സ്കെച്ച് ഉപയോഗിച്ച് ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് അങ്ങനെ ബോർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കളർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ പിന്നെ അവസാനം ഞാൻ എന്തൊക്കെയോ കളർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് കുറേ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടാറില്ല. അപ്പോൾ അധികവും അത് പണി കിട്ടാറുള്ളത് അമ്മമാർക്കാണ്. ചില അമ്മമാർക്ക് ഇങ്ങനെ വരക്കുന്നതും അതേപോലെ ആർട്ട് പരമായിട്ട് ഉണ്ടാക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എനിക്കിത് കൊണ്ടുതന്നിട്ട് ഒന്ന് വരച്ചു തരുമെന്ന് ചോദിച്ചതാണ്. അങ്ങനെ വരച്ചു കൊടുത്താണ്. എനിക്കും ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല, കാരണം പണ്ടൊക്കെ ഒരുപാട് വരക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പെൻസിൽ പിടിച്ചിട്ട് കുറേ കാലമായി. അതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല. എന്നാലും അവർ ചോദിച്ച സ്ഥിതിക്ക് ഒരു കൈ നോക്കാമെന്ന് കരുതി ഒന്ന് മെനക്കെട്ട് കീനിയാണ്. അങ്ങനെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ എന്തെങ്കിലും എഴുതി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ എന്നുകൂടി എഴുതി കൊടുത്തു.